ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യൂട്യൂബിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സിന്ധു കൃഷ്ണകുമാറിൻ്റെയും ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് ഇഷ്യൂസാണ്. അതിനെപ്പറ്റിയിട്ടാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ സിന്ധു കൃഷ്ണകുമാറിൻ്റെ അമ്മ, അവരുടെ അച്ഛൻ അടുത്തിടെ മരിച്ചു വരും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അമ്മ ഒറ്റയ്ക്കായിപ്പോയി, അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കാണ് വേറൊരു വീട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. കാരണം സിന്ധു കൃഷ്ണകുമാറും അവരുടെ അനിയത്തിയും രണ്ടുപേരും മാത്രമേ ഈ അച്ഛനമ്മമാർക്ക് മക്കളായിട്ടുള്ളൂ. അപ്പം സിന്ധു കൃഷ്ണകുമാർ മാറിയാണ് താമസിക്കുന്നത്. അവരുടെ അനിയത്തിയായിട്ടുള്ള ആ ഒരു സ്ത്രീയും ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ അനിയത്തിയുടെ മകളാണ് തൻവി സുധീർ ഘോഷ് എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടി താമസിക്കുന്നത് കാനഡയിലാണ്. അപ്പം ഈ സിന്ധു കൃഷ്ണകുമാറിൻ്റെ അനിയത്തി 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് മാരേജിലെ കുട്ടിയാണ് ഈ തൻവി സുധീർ ഘോഷ് എന്ന് പറയുന്ന കുട്ടി. പക്ഷേങ്കിൽ ഈ സിന്ധു കൃഷ്ണകുമാറിൻ്റെ അനിയത്തി ഒരിക്കലും സ്വന്തം മകളെ കൂടെ നിർത്തിയല്ല വളർത്തിയിട്ടുള്ളത്. ഈ ഗ്രാൻഡ് പേരൻസാണ് ഈ ഒരു തൻവി എന്ന് പറയുന്ന കുട്ടിയെ വളർത്തിയത്. ചെറുപ്പം മുതലേ ഒരമ്മയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വളർത്തിയത് ഈ ഗ്രാൻഡ് പേരൻസാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അറ്റാച്ച്മെൻറ്റ് തൻവി സുധീർ ഘോഷിന് ഈ ഒരു ഗ്രാൻഡ് പേരൻസിനോട് കൂടുതലാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന് ഈ ഒരു ഗ്രാൻഡ് ഡോട്ടറിനോടും കൂടുതലാണ്. അത് അങ്ങനെ വരുത്തുള്ളൂ. നമ്മൾ കൂടെ നിർത്തി വളർത്തുന്ന ആൾക്കാരോടായിരിക്കും നമുക്ക് കൂടുതലും സ്നേഹം വരുന്നത്. അച്ഛനമ്മ ആയാൽ മാത്രം പോരല്ലോ, കൂടെ നിർത്തി വളർത്തുകയും സ്നേഹിക്കുകയും ആ ഒരു വാത്സല്യമൊക്കെ കൊടുക്കുമ്പോഴാണ് ശരിക്കും അച്ഛനമ്മമാർ ആകുന്നത്. അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഈ ഗ്രാൻഡ് പേരൻസിൽ നിന്നും ഈ കുട്ടിക്ക് കുറേയധികം സ്നേഹങ്ങൾ കിട്ടിയിട്ടുള്ളത് കൊണ്ടും ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ടൊക്കെ ഓർക്കുമ്പോഴും ഇല്ല അവളുടെ ലൈഫിനെ പറ്റി ഓർക്കുമ്പോഴും അവൾക്ക് ഈ ഒരു പേരൻസിൻ്റെ ഒരു ഫിഗർ അല്ലെങ്കിൽ മാതാപിതാക്കളെ പറ്റി ആലോചിക്കുമ്പം ഗ്രാൻഡ് പേരൻസാണ് ഓർമ്മ വരുന്നത്, ഇല്ല അവരുടെ സ്നേഹം മാത്രമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ തൻവിയെ നമ്മൾ പരിചയപ്പെടുന്നത് ദിയ കൃഷ്ണയുടെ കല്യാണത്തിന് ആ കുട്ടി കാനഡയിൽ നിന്ന് വന്നപ്പോഴാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു കുട്ടിയുമുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ തൻവിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അകന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അവർ തമ്മിൽ എന്തോ ഫൈറ്റ്സൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിൽ അവർ അകന്നൊക്കെ ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടി വന്നിട്ട് അവളുടെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് യൂട്യൂബിൽ ചാനലൊക്കെ തുടങ്ങി കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം ഇന്നത്തെ കാലത്തെ പിള്ളേർക്കുള്ള ആ ഒരു ചാട്ടമോ അഹങ്കാരമോ ഒന്നും ഇല്ലാത്ത വളരെ മെച്ചോറിറ്റി ഉള്ള ഒരു കുട്ടിയായിട്ട് നമുക്ക് തോന്നി തൻവിയെ. അതുകൊണ്ടാണ് തൻവിയുടെ വീഡിയോസ് ഒരുപാട് പേര് അന്ന് കണ്ടത്. ഇല്ലാതെ ദിയ കൃഷ്ണയുടെയോ ഇല്ലെങ്കിൽ അഹാന കൃഷ്ണയുടെയോ ഒരു കസിൻ ആയതുകൊണ്ട് മാത്രം പോയി കണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് പേര് കാണും, പിന്നെ അതവിടെ സ്റ്റോപ്പായി പോയേനെ. പക്ഷേ ഒരുപാട് പേരിലേക്ക് അത് എത്തിയതും ആ കുട്ടിയെ സബ്സ്ക്രൈബ് ചെയ്തതുമെല്ലാം ആ കുട്ടിയുടെ കഴിവ് കൊണ്ടും അവളൊരു ജെന്യുവൻ പേഴ്സൺ ആണെന്ന് ആൾക്കാർക്ക് തോന്നിയത് കൊണ്ടും മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഇവരാരും അന്വേഷിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നു. അപ്പോൾ ഈ കാനഡയിൽ കിടക്കുന്ന ഈ കുട്ടിയാണ് ഓടി വന്നിട്ടിപ്പം അമ്മൂമ്മയെ നോക്കാനായിട്ട് ഓടി വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ എന്തുകൊണ്ട് കാനഡ വിട്ട് പുറത്ത് ഈ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ള കാര്യം തൻവി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. ഞാൻ ഇന്ന കാരണങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങ് ആ നാട് വിട്ട്, അല്ലെങ്കിൽ കാനഡ എന്ന് പറയുന്ന ഒരു സ്ഥലം വിട്ടിട്ട് ഇവിടെ വന്ന് സെറ്റിലാകാനായിട്ട് ഞാൻ ചിന്തിക്കുന്നതിന് 2-3 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അമ്മൂമ്മ ഒറ്റപ്പെട്ട ജീവിതമാണ് ജീവിക്കുന്നത്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഒരു കൂട്ടിനൊരാളെ വേണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് സെറ്റിലാകാമെന്ന് വിചാരിച്ചു എന്നുണ്ട്. പിന്നെ അവരുടെ കുട്ടിയുടെ എന്തോ ഹെൽത്ത് ഇഷ്യൂസ്, പിന്നെ 1-2-3 കാര്യങ്ങൾ ആ കുട്ടി പറയുന്നുമുണ്ട്. ഇങ്ങനെ 3-4 കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ചും അമ്മൂമ്മയെ നോക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടി ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഇവിടെ ഭയങ്കര കോളിളക്കം സംഭവിച്ചതുപോലെയാണ്. അതായത് സിന്ധു കൃഷ്ണകുമാർ അമ്മയെ നോക്കുന്നില്ല, അതുകൊണ്ട് ആ കുട്ടിക്ക് അങ്ങ് ദൂരെ നിന്ന് വരേണ്ടി വന്നു. അപ്പം സിന്ധു കൃഷ്ണ ഒരു മോശം സ്ത്രീയാണ്, അല്ലെങ്കിൽ സിന്ധു കൃഷ്ണയുടെ അനിയത്തി, ഇവർ രണ്ടുപേരും അമ്മയെ നോക്കാത്ത സ്ത്രീകളാണ്, ഇല്ലെങ്കിൽ എന്നൊക്കെയുള്ള ഒരു രീതിക്ക് തൻവി ആ കാര്യത്തെ കൊണ്ടുവന്നിട്ടു എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരം നടക്കുന്നത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് തൻവിയുടെ ആ ഒരു വീഡിയോയിൽ ഇവരെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലും ആ കുട്ടി പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞത് എന്തുകൊണ്ട് ഞാനിവിടെ തിരിച്ചെത്തി, അമ്മൂമ്മയ്ക്ക് ആരുമില്ല, കൂടെ നിൽക്കാനായിട്ട് ആൾ വേണം, വയസ്സായ ആൾക്കാരാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള മൂഡ് സ്വിങ്സ്, ഇല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഈ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഫ്രസ്ട്രേഷൻസ്, ഇല്ലെങ്കിൽ അവർക്ക് വയസ്സാകുമ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന കുറച്ച് മൂശാട്ടത്തരങ്ങൾ, ഇതൊക്കെ വയസ്സായ ആൾക്കാർക്കുള്ള കാര്യമാണ്. അവർ വയസ്സായവരാണ്, അവരുടെ ആ ഒരു സിറ്റുവേഷൻ അതാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർ ആ ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്കൊപ്പം നിൽക്കണം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ആരാണേലും വയസ്സായി കഴിഞ്ഞാൽ നേരിടുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാകാവുന്ന മൂഡ് സ്വിങ്സും ഫ്രസ്ട്രേഷനും ഒക്കെ തന്നെയാണ്.
അപ്പം ഇപ്പോൾ അവരുടെ ഹസ്ബൻഡും കൂടെ മരിച്ച സ്ഥിതിക്ക് അവർ കൂടുതൽ മൂശായിട്ടായി കാണും, അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ നോക്കാനായിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പം ഇപ്പോൾ ഹോം നേഴ്സൊക്കെ വന്നെന്ന് പറഞ്ഞാലും അവർ ഓടിച്ചു വിടുമെന്നൊക്കെയാണ്. ഇപ്പം അഹാന തൻവിയുടെ വീഡിയോയ്ക്ക് എഗൻസ്റ്റായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അവരുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പറയുന്നത്. അതായത് എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞമ്മയും ഒക്കെ നല്ലതാണ്, തൻവിയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വഷളാക്കിയെന്നുള്ള രീതിയിലാണ് അഹാന കൃഷ്ണയുടെ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന സംസാരം. പക്ഷേ അഹാന പറയുന്നതിനകത്ത് എനിക്ക് അത്ര വലിയൊരു കാര്യമൊന്നും തോന്നുന്നില്ല. അഹാന പറയുന്നു അഹാനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അഹാനയുടെ സിസ്റ്റേഴ്സിനെ പറ്റിയിട്ടോ ഒക്കെ അമ്മൂമ്മ വളരെ മോശമായിട്ടുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇല്ലെങ്കിൽ തൻവി പറയണമായിരുന്നു പോയി അപ്പോളജി ചെയ്തിട്ട് അവരോട് സഹകരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നെന്ന്. അപ്പോൾ അമ്മൂമ്മയെന്ന് പറയുന്ന ഇത്രയും പ്രായമുള്ള 10-80 വയസ്സുള്ള ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചോ. അവരവരുടെ വായിൽ കിടക്കുന്ന നാക്കുകൊണ്ട് എന്തെങ്കിലും ഒരു വൃത്തികേട് ഇവർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കാണുക, അതവരുടെ പ്രായത്തിൻ്റെയാണ്. ഇല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് സംഭവിച്ചു പോകുന്ന കുറച്ച് മൂശാട്ടത്തരങ്ങൾ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രായമായ ഒരു സ്ത്രീയെ കൊണ്ട് സോറി പറയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരങ്ങനെയാണ് എന്ന് കണ്ടിട്ട് അതിനെ അങ്ങ് വിടുക. അല്ലെങ്കിൽ അമ്മൂമ്മ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ, ഇല്ലെങ്കിൽ അമ്മൂമ്മമാരൊക്കെ ഇല്ലെങ്കിൽ അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ദേഷ്യം വരുമ്പം എന്തെങ്കിലും പറഞ്ഞെന്ന് കണ്ട് അത് നമ്മുടെ ലൈഫിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അവർ പറഞ്ഞു, അവർ പോയി, അത്രയേ ഉള്ളൂ. അങ്ങനെ അതിനെ കണ്ടാൽ മതി. അത് മനസ്സിൽ വെച്ചിട്ട് അവരോട് ദേഷ്യം കാണിക്കുക, അവരോട് മിണ്ടാതെ നടക്കുക, അവരോട് സഹകരിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ബാലിശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരൊന്നാമത് വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ അറിവില്ലായ്മ കൊണ്ടോ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ രീതികൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ഒക്കെ അവർ പറഞ്ഞു പോകുന്ന കാര്യമാണെന്ന് വിചാരിച്ചിട്ട് അതിനെ നമുക്ക് ഒരു എന്താണ് പറയണ്ടേ, അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനെ വലിയ കാര്യമാക്കി വെച്ചുകൊണ്ടിരുന്നിട്ട് ഇവർ അമ്മ പോലും ആ ഒരു സ്വന്തം പെറ്റതള്ളയോട് സംസാരിക്കുന്നില്ലെന്ന് പറയുമ്പം അതൊന്നും വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സിന്ധു കൃഷ്ണയുടെ അനിയത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും ഈ അഹാന ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതായത് എൻ്റെ ചിന്നമ്മ വളരെ നല്ല ഒരു സ്ത്രീയാണ്, അവർ കല്യാണം കഴിച്ചത് എന്താണ് ഈ തൻവിയുടെ അച്ഛൻ ആ സമയത്തൊക്കെ അവരെ ഒരുപാട് മെൻ്റലി ടോർച്ചർ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പം ആ ബന്ധം അവിടെ ഉപേക്ഷിച്ചു. അതിനുശേഷം വേറെ പുതിയ ഇപ്പം വന്നിരിക്കുന്ന ഭർത്താവ് വളരെ നല്ലൊരു മാന്യനായ മനുഷ്യനാണ്. ആ മനുഷ്യനെ പോലെയുള്ള ആൾക്കാരെ വേണം എല്ലാവർക്കും ഭർത്താവായി കിട്ടാനെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അത്രയ്ക്കും നല്ല മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. ആയിരിക്കാം, രണ്ടാമത് കെട്ടുന്ന ഒന്നും തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാനും വിചാരിക്കുന്നില്ല. പക്ഷേ രണ്ടാമത് കെട്ടിയെന്ന് പറഞ്ഞാലും സ്വന്തം മോളോടൊരു സ്നേഹം വേണ്ടേ? സ്വന്തം മോളെ ഗ്രാൻഡ് പേരൻസിന് വളർത്താൻ ഇട്ട് കൊടുത്തിട്ട് സ്വന്തം ജീവിതം നോക്കിപ്പോയത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് വലിയൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം ദിയയുടെ കല്യാണത്തിനൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു തൻവി എന്ന് പറയുന്ന കുട്ടിയോടോ അതിൻ്റെ ഒരു മകനോടോ ഒന്നും ഈ സ്വന്തം അമ്മയെന്ന് പറയുന്ന ഈ അഹാനയുടെ ചിന്നമ്മ ഒരു സ്നേഹവും കാണിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ആ കുട്ടിയൊന്ന് എടുത്തുകൊണ്ട് നടക്കുമോ, സ്നേഹിക്കുമോ, ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ ദൂരെ നിന്നൊക്കെ വന്നു കഴിയുമ്പം അവരോടൊക്കെ കാണിക്കുന്ന സ്നേഹങ്ങൾ ഒന്നും ഈ ഒരു സ്ത്രീ കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം അവർക്ക് അവരുടെ ഒരു ലൈഫ് ചൂസ് ചെയ്ത് അവർ അവരുടെ കാര്യം നോക്കിപ്പോയി. അതിനുശേഷം ഗ്രാൻഡ് പേരൻസിന് ഇട്ട് കൊടുത്തു. ഗ്രാൻഡ് പേരൻസിൻ്റെ വളർത്തുകൊണ്ടായിരിക്കും തൻവി നല്ല മെച്യൂരിറ്റി ഉള്ളൊരു കുട്ടിയാണ്. അവൾ എല്ലാം എന്താണ് പറയേണ്ടത്, വളരെ എനിക്ക് അവരുടെ വീഡിയോ ഒക്കെ കാണുമ്പം തോന്നിയിട്ടുണ്ട് എന്ത് മെച്യൂരിറ്റിയാണ്. അവളുടെ ആ ഒരു ചെറിയ ലൈഫിൽ ചൈൽഡ്ഹുഡിൽ എന്തെല്ലാം അവൾ അനുഭവിച്ച് കാണും. അച്ഛനമ്മമാരുടെ സാന്നിധ്യമില്ലാതെ വളർന്ന ഒരു കുട്ടിക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ കാണും. അതെല്ലാം പൂർത്തീകരിച്ച് കൊടുത്തത് ഗ്രാൻഡ് പേരൻസാണ്. അപ്പോൾ അവരോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാകുക, അവർക്ക് തിരിച്ചുണ്ടാകുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. അതിനകത്ത് ആരും അസൂയപ്പെട്ടിട്ടോ ഇല്ലെങ്കിൽ അതിനെ ഒരു കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അപ്പം ഇപ്പോൾ പറയുന്നതിനെ ചോദിച്ചാൽ തൻവി ഇപ്പം അവിടെ നിന്ന് തിരിച്ചു വന്നത് ഈ സ്വത്തിന് വേണ്ടിയിട്ടൊക്കെയാണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. എന്തിനങ്ങനെ പറയുന്നു? അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അഥവാ ആണെങ്കിൽ തന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടുന്നതിൽ എന്താണ് കുറ്റം? അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ സ്വത്തിന് അവകാശി ചിലപ്പോൾ ആ കുട്ടി തന്നെയായിരിക്കും. അവളാണ് ഇവരെ ലാസ്റ്റ് വരെ പൊന്നുപോലെ നോക്കുന്നതെങ്കിലോ ഇല്ലെങ്കിൽ അമ്മൂമ്മയുടെ കൂടെ നിന്നിട്ട് സ്നേഹമായിട്ട് പെരുമാറുന്നതെങ്കിലോ ആ അമ്മൂമ്മ കൊടുക്കട്ടെ, അതിനിപ്പോൾ എന്താ? എനിക്കതിനകത്തൊരു തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ഈ തനിമ എന്ന് പറയുന്ന കുട്ടിയുടെ കൂടാണ് കൂടുതലും അവർ കംഫർട്ടബിളായിട്ടും സ്നേഹമായിട്ടും ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. കാരണം അവൾ വരുമ്പം ഇവരെ എവിടെയെങ്കിലും പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം. ഇല്ലെങ്കിൽ എന്താണ് ലിഫ്റ്റ് കയറാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ പിടിച്ച് കൈ പിടിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ തന്നെയാണ് ഈ തൻവി അവരെ നോക്കുന്നത്. അത് അങ്ങനെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ റിയലായിട്ട് എന്തോ നടക്കുന്നതെന്ന് നമുക്ക് അവിടെ പോയി ചെന്ന് ശ്രദ്ധിച്ചാലല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ പുറമേ നമ്മൾ കണ്ട കാര്യങ്ങളനുസരിച്ച് എനിക്ക് ആ കുട്ടിയുടെ അടുത്താണ് ആ സ്ത്രീ അല്ലെങ്കിൽ ആ അമ്മൂമ്മ പറയുന്ന ആൾ കുറേയധികം കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ അഹാന കൃഷ്ണയുടെ ഒക്കെ കാര്യം പറഞ്ഞാൽ ഇവർ 4 പെൺകുട്ടികളും
സക്സസ്ഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ പോപ്പുലർ ആയിരിക്കാം, അതൊക്കെ ശരി തന്നെ. പക്ഷെ അവരവരുടെ കാര്യം നോക്കി തൻ്റെ ഇടത്തോടെ ജീവിക്കുന്ന കുട്ടികളാണ്. അല്ലാതെ അവർ വലിയ അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്ത് സ്നേഹിച്ച് അവരുടെ ചെറുമക്കളായിട്ട് ഭയങ്കര സ്നേഹവാത്സല്യങ്ങളൊക്കെ ചൊരിയുന്നതോ ഇല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്നതോ രീതിയിലൊന്നും ജീവിക്കണമെന്ന് പോലും അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് അവരുടെ ലൈഫ്, അവർക്ക് കാശുണ്ടാക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ അവരുടെ വസ്ത്രധാരണ രീതികളും അവരുടെ രീതികളും എല്ലാം ടോട്ടലി ഡിഫറെൻ്റാണ്. അപ്പം ഈ വയസ്സായ ആൾക്കാർക്ക് അതൊന്നും പിടിക്കത്തില്ലല്ലോ. പിന്നെ തൻവി എന്ന് പറയുമ്പോൾ അവർ വളർത്തിയൊരു കുട്ടി, അവൾ നല്ല മെച്ചൂർഡുമാണ്, നല്ല രീതിയിൽ അവളുടെ കാര്യം നോക്കി ജീവിക്കുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായതായിരിക്കും. അങ്ങനെയാണ്. പിന്നെ ഈ ചിറ്റമ്മയെന്ന് പറയുന്ന ഈ ഹാനകൃഷ്ണയുടെ കുഞ്ഞമ്മയെ ഇത്രയധികം അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം മകളെ വിട്ടിട്ട് വേറൊരു ലൈഫ് തേടിപ്പോയ ഒരാൾ പിന്നീടാണെങ്കിലും ആ കുട്ടിയുടെ പ്രസവ സമയത്തോ ഒന്നും ഈ ഒരു സ്ത്രീ അവിടെ പോയി നിൽക്കുവോ കാണുവോ അവൾക്ക് വേണ്ടി കാര്യങ്ങളോ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാളല്ല. കണ്ടുമുട്ടുമ്പോൾ പോലും ഒരു സ്നേഹം കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുമില്ല. ദിയയുടെ കല്യാണത്തിന് വന്നപ്പോഴും അവരുടെ അടുത്ത് 1-2 ദിവസം മാത്രമാണ് ബാംഗ്ലൂരിലും കണ്ടുപോയത് ഈ തൻവി എന്ന് പറയുന്ന കുട്ടി. അതിനുശേഷം അവൾ ഫുൾ ടൈം ഈ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലും ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിലും ഒക്കെയാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ തൻവി എന്ന് പറയുന്ന കുട്ടിയാണ് ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവൾ ഒരിക്കലും എങ്ങും വന്നിട്ട് ഈ ഹാനകൃഷ്ണയുടെ കുടുംബത്തെയോ ഒന്നും ഒരു കുറ്റവും പറഞ്ഞില്ല. അവൾ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് 1-2 വീഡിയോസ് കാണിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിപ്പം മറ്റുള്ളവർക്ക് ഹർട്ടായെങ്കിലോ ഇല്ല മറ്റുള്ളവർ അതിനെ കുറ്റമായിട്ട് കാണുന്നുണ്ടെങ്കിലോ അത് അവർ കുറ്റം ചെയ്തിട്ട് തന്നെയാണ്. കാരണം അവർ നോക്കാത്തത് കൊണ്ടല്ലേ, അതൊരു സത്യസന്ധമായ കാര്യമല്ലേ. അവർ നോക്കുന്നില്ലെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇന്ന ഡേറ്റ് മുതൽ ഞങ്ങൾ അമ്മൂമ്മയുമായിട്ട് കോൺടാക്റ്റ് ഇല്ല, ഇല്ല അവർ നോക്കുന്നില്ലെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സത്യസന്ധമായ കാര്യമല്ലേ. അവരൊറ്റപ്പെടലായിരുന്നു, അതുകൊണ്ടല്ലേ അവർക്കത് കാണിക്കേണ്ടി വന്നത്. ഒറ്റപ്പെട്ടു എന്നുള്ള സത്യം തന്നെയാണ്, ഇവർ തമ്മിൽ ബന്ധമില്ലെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ആ കുട്ടി അത് അവളുടെ വശം പറഞ്ഞതിനകത്തൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ തനിവി ജീവിക്കുന്ന സിറ്റുവേഷൻസ് ഇല്ലെങ്കിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അത് മാത്രമേ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ. ഇവരെങ്ങും ഒരിടത്ത് പോലും ഇവരാരും നോക്കിയില്ലെന്നോ ഇല്ലേ സിന്ധു അമ്മ വന്ന് നോക്കിയില്ലെന്നോ ഇല്ല അഹാന നോക്കിയില്ലെന്നോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെയൊന്നും ആ കുട്ടി പറയുന്നില്ല. അവളുടെ കാര്യം മാത്രം പറഞ്ഞ് ചെയ്ത ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ ഇഷ്യൂസൊക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇവിടെയും ഇതൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പം നമുക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അഹാന കൃഷ്ണ അതിനൊരു ക്ലാരിഫിക്കേഷനായിട്ട് വന്നതുകൊണ്ട് വീണ്ടും ആൾക്കാർ ഇതിനെപ്പറ്റി കുറേയധികം കാര്യങ്ങൾ പറയുന്നു. അപ്പം തൻവി ഇവിടെ വലിയൊരു കുറ്റക്കാരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു ഹാനകൃഷ്ണയുടെയും ഫാമിലിയുടെയും കാര്യം എല്ലാവർക്കും അറിയാം. എപ്പോഴും ഇവർ ഇങ്ങനെ റോക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, ഇവരെപ്പോഴും എയറിലായിരിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ പ്രവൃത്തി ഇല്ലെങ്കിൽ ഇവരുടെ സംസാരം, ഇവരുടെ അനിയത്തിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ വഴി കണ്ടവരെയൊക്കെ വിളിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറയുന്ന ആൾക്കാർ, യൂട്യൂബേഴ്സിനെയൊക്കെ പണിയില്ലാതെ നടക്കുന്നവന്മാരെന്ന് പറയുന്ന ഇവരുടെ അമ്മ, ഇല്ലെങ്കിൽ ഹാനകൃഷ്ണയെ പോലെയൊക്കെ ഉള്ള പൊങ്ങച്ചവും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഈ ചെറിയ പ്രായത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു അനിയത്തി, ഇങ്ങനെയൊക്കെയുള്ള പല പല ഇഷ്യൂസ് ഇവരുടെ കുടുംബത്തിൽ വരാറുണ്ട്. അപ്പം ഇവരെ തന്നെ ആദ്യമേ ശരിയാക്കട്ടെ. ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. തൻവി അവരുടെ കാര്യം നോക്കി അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. വളരെ പക്വതയും ഒക്കെ ഉള്ളൊരു നല്ല മെച്ചൂർഡായിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തൻവിയെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നതും തൻവി സുധീർ ഘോഷ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.